ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുട്ട കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി 4 മണി പലഹാരമാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, രുചിയാണെങ്കിൽ അതിഗംഭീരമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 പുഴുങ്ങി മുട്ട എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ 4 എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മുട്ട ഞാൻ അതിൻ്റെ തൊലി പൊളിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കറക്റ്റായി കിട്ടിയില്ല. അപ്പം ഞാനത് മാറ്റി വെച്ചു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ 3 മുട്ടയുടെയും നടുവെ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം. എന്നിട്ട് ഞാനിതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇതിപ്പം നമുക്ക് ഒരു മാവ് ഉണ്ടാക്കണം. ആ മാവിനകത്താണ് ഇതൊന്ന്, അല്ലെങ്കിൽ ഒരു ബാറ്റർ ഉണ്ടാക്കണം. അതിനകത്താണ് നമുക്കൊന്ന് മുക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും മുട്ടയാണ് നമുക്ക് ഈ ഒരു പകുതിയായിട്ട് നമുക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കുക. അതിന് മേലെ ഒരു അരിപ്പ നമുക്ക് വെച്ച് കൊടുക്കണം. നമ്മളിതിനകത്തോട്ട് 1/2 കപ്പ് കടലമാവ്, കടലപ്പൊടി കടലമാവ് എന്നൊക്കെ പറയും, ഗ്രാം ഫ്ലവർ എന്നൊക്കെ പറയും, അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ നേരിട്ട് ആ പൊടി ഇടുവാണെങ്കിൽ നമുക്ക് അറിയാം കടലമാവിനകത്ത് ഇച്ചിരി കൂടുതലും കട്ടകളാണ് ഉണ്ടാവുക. അതിങ്ങനെ ലംസ് ആയിട്ടൊക്കെ എടുക്കുക. അപ്പോൾ അത് നമുക്ക് നേരിട്ടെടുത്ത് കുഴച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അരിച്ചിട്ട് എടുക്കുവാണെങ്കിൽ നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല ഫൈൻ പൗഡറായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് മല്ലിയില ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ വരുന്ന അളവിൽ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. മല്ലിയിലയ്ക്ക് പകരം കറിവേപ്പിലാണെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു പച്ചമുളക്, അല്ലെങ്കിൽ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അത് 1/2 ടീസ്പൂൺ, ഒത്തിരി ആവരുത് കേട്ടോ. പിന്നെ ചേർക്കുന്നത് ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ, ജീരകം, മല്ലിപ്പൊടി എന്ന് പറയാൻ വന്ന മല്ലിപ്പൊടി അല്ല, ജീരകത്തിൻ്റെ പൊടി 1/4 ടീസ്പൂൺ. പിന്നെ മഞ്ഞൾപ്പൊടി നമുക്കൊരു 2-3 നുള്ള്, ആ ഒരു നിറമൊക്കെ ഒന്ന് ഒരു ഭംഗിയുള്ള ഒരു നിറമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ബജി ബോണ്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതിനകത്തോട്ട് കൊണ്ടുവരണം ആ ഒരു രീതിക്ക്. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ആ രീതിക്കൊന്ന് കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു കൺസിസ്റ്റൻസി ഉള്ളത് കേട്ടോ. നിങ്ങൾക്കിത് നിങ്ങളുടേതായ രീതിക്ക് ആക്കാം. ചില ആൾക്കാർക്ക് ഭയങ്കര തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കും ഇഷ്ടം, ചിലവർക്ക് ഒരു മീഡിയം, ചിലവർക്ക് അങ്ങനെ വളരെ തിന്നായിട്ടുള്ള ഒരു കോട്ടിംഗ് ആയിരിക്കും ഇഷ്ടം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു കോട്ടിങ്ങിൻ്റെ കൺസിസ്റ്റൻസിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബേക്കിംഗ് സോഡയാണ്. അതൊരു 2 നുള്ള് ബേക്കിംഗ് സോഡ മാത്രം ചേർത്താൽ മതി, ഒരു സോഫ്റ്റ്നെസ് ഒക്കെ നമ്മുടെ ബാറ്ററിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. ഇനി വേറൊന്നും ചെയ്യാനില്ല. നമ്മുടെ ഒരു മുട്ട പകുതിയായിട്ട് ആക്കിയിട്ടുള്ള മുട്ട എടുക്കുക, അതൊന്ന് നന്നായിട്ട് പുരട്ടി എടുക്കുക, അല്ലെങ്കിൽ മുക്കി എടുക്കുക. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ ഞാൻ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ചൂടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് മുക്കി നമ്മളിടുന്ന സമയത്ത് ഇതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് കൊണ്ടുവരണം. അതിനുശേഷം ഈ നമ്മൾ മാവിനകത്ത് മുക്കി പുരട്ടി എടുത്തിട്ടുള്ള മുട്ട ഇതിനകത്തോട്ട് ഇട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു മുട്ട ഒന്ന് ഇട്ട് ഇതിനകത്ത് പൊരിച്ചെടുത്ത് കാണിക്കാം. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. ഇതിനകത്ത് ഒരു ടേസ്റ്റി ആയിട്ട് നമുക്ക് തോന്നണതിന് ആ ഗരം മസാലയൊക്കെ നമ്മൾ ചേർക്കുന്നത് കൊണ്ടാണ്. ഗരം മസാല, അതുപോലെ ജീരകത്തിൻ്റെ പൊടി, മല്ലിയില, ഇതൊക്കെ ഒരു പ്രത്യേക ഫ്ലേവറാണ്. പക്ഷെ ഇതിനേക്കാളും കൂടുതൽ നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ കറിവേപ്പില ചേർക്കുവാണെങ്കിൽ. നമ്മുടെ ഒരു നാടൻ രുചി അതിന് കിട്ടും. മല്ലിയില ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവണം എന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് മുട്ടയൊന്നും വേവേണ്ട കാര്യമൊന്നുമില്ലല്ലോ, പുഴുങ്ങിയ മുട്ടയാണ്. ഇതിൻ്റെ പുറമെയുള്ള ബാറ്റർ മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അതുകൊണ്ട് ഒത്തിരി നേരം ഒന്നും ഇടണ്ട. ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കും ഇതേപോലെ നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ, ഞാൻ എടുത്തെടുത്ത് പറയാണ്. നമുക്കിതൊരു 8 മിനിറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബാറ്റർ ഉണ്ടാക്കി, മുട്ട പുഴുങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് ഒട്ടും പാടില്ല. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊന്ന് ബാക്കിയുള്ളതും കൂടെ ഒന്ന് മുക്കി എടുത്ത് പൊരിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ ഇത്രയും ഞാൻ പറഞ്ഞില്ലേ, ഷേപ്പ് ഉണ്ടായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടില്ലാത്ത മുട്ടയും കൂടെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഒരു എക്സ്ട്രാ 2 മുട്ട നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കുക, നല്ല കളറും നല്ല ഭംഗിയാണ്, ഇതിൻ്റെ കോട്ടിങ് സൂപ്പറുമാണ്. പിന്നെ ഞാനൊരു കൊച്ചു സൂത്രം പറയാം. ഞാനിവിടെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മളിത് നടുവേ ഒന്ന് മുറിക്കുക. സെർവ് ചെയ്യുന്ന സമയത്ത്
അപ്പം ഞാൻ നടുവേ മുറിച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ അല്പം മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ എരിവ് കൂടിപ്പോവും. ഇതിൻ്റെ മേലെ അല്പം കുരുമുളക് പൊടി ചേർക്കാം, അല്ലെങ്കിൽ മുളക് പൊടി ചേർക്കാം. ഇനി ചാട്ട് മസാല ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ എക്സ്ട്രാ ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു പൊടിയുടെ കൂടി ഇച്ചിരി എരിവൊക്കെ കൂടെ നമ്മൾ നല്ല കട്ടൻ ചായയുടെ കൂടെ കഴിക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരു പാൽച്ചായ ആയാലും കുഴപ്പമൊന്നുമില്ല, നല്ല സൂപ്പർ സ്വാദാണ് ഇതിന്. ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം തന്നെ മുട്ടയില്ലാത്ത വീടൊന്നും ഉണ്ടാവില്ലല്ലോ, മുട്ട കടലപ്പൊടിയൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.